Welcome to my YouTube channel, Naushad ST and for you. 20 years of the Vijayism. അതെ 28 വർഷമായി ദളപതി അണ്ണൻ സിനിമാ ജീവിതത്തിൽ കാൽച്ചുവട് വെച്ചിട്ട്. അദ്ദേഹം സിനിമാ ജീവിതത്തിൽ വന്നത് അച്ഛൻ മുഖേനയായിരിക്കാം, അത് സത്യമായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ സൗത്ത് ഇന്ത്യൻ, ഈ വേൾഡ് വൈഡ് മൊത്തത്തിൽ അദ്ദേഹത്തിന് അറിയപ്പെടാൻ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ എല്ലാം എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെക്കാട്ടി ഇത്രയും അണ്ണൻ ഇത്രയും വലിയൊരു ലെവലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആരാധകരെ കാട്ടിയും ഏറ്റവും കൂടുതൽ ശത്രുക്കൾ തന്നെയാണ്. അതിൽ വേറെ ഫാൻസുകാരുണ്ട്. പിന്നെ പൊതുവായി ഇപ്പം ഒരുപാട് റീച്ച് ആയത് നമ്മളെ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഉണ്ടല്ലോ. ഒന്ന് DMK, പിന്നെ RSS, BJP. അത് നമ്മൾ പറയുന്നതിന് യാതൊരു പേടി എനിക്കില്ല. എന്നിട്ട് എന്തായി, അദ്ദേഹം സിനിമയിൽ മാത്രമല്ല, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് തെറ്റെന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം തുറന്ന് പറയുക തന്നെ ചെയ്യും. അതേത് വല്ല കൊമ്പനായാലും ശരി തന്നെ അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞിരിക്കും. അതാണ് ഞാൻ ഒരു സിനിമയെ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ സിനിമയെ കണ്ട് ഫാൻസായതിനെ കാട്ടി ഒരുപാട് ഇഷ്ടം എനിക്ക് തോന്നിയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ നേർ ജീവിതമാണ്. അദ്ദേഹത്തിൻ്റെ നമ്മൾ ജീവിക്കുന്ന ആ ഒരു നമുക്കൊരു ഇത് കാണുമല്ലോ, ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാനുള്ളൊരു മനസ്സ്, ആ ഒരു ധൈര്യം, അതാണ് എനിക്ക് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഫാൻസായത്. എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. എന്ത് കാര്യത്തിനായാലും ശരി തന്നെ, ഒരു ജനങ്ങൾക്ക് എന്തും ബുദ്ധിമുട്ട് വന്നാലും ശരി തന്നെ. ഇപ്പോൾ കേരളത്തിൽ തന്നെ പ്രളയം, പല കാര്യങ്ങളിലും അദ്ദേഹം മുൻപന്തി തന്നെ കാണും. ഈ കേരളം മാത്രമല്ല, തമിഴ്നാടായാലും ശരി തന്നെ, ആന്ധ്ര ആയാലും ശരി തന്നെ, പല സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിന് കഴിയുന്നത് അദ്ദേഹം ചെയ്തിരിക്കും. പിന്നെ എല്ലാം അദ്ദേഹം മാത്രമേ, പല ഫാൻസുകാരും പല മറ്റു നടന്മാരൊക്കെ ചെയ്യുന്നുണ്ട് അത്. പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഒരു ലെവൽ, അതാണ് എന്നെ സംബന്ധിച്ചുകൊണ്ടാണ് പറയുന്നത്. പിന്നെ സിനിമാ ജീവിതം എന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാലോ, ഞാൻ പിന്നെ ഒന്നും ഇപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല. നാളെ തീർപ്പ് ഫസ്റ്റ് പടം, അദ്ദേഹം ആ പടം മുതൽ തന്നെ ഒരു 10 പടം അടുപ്പിച്ചാലും മൊത്തം ഫെയിലായി. ഒരുപാട് വിമർശനങ്ങളാണ്, എന്തൊക്കെയാണ് പറഞ്ഞത്. ഈ മൂഞ്ചിയൊക്കെ ആരെയും കണ്ട് പടം കാണാൻ വരുമെന്ന് വിളിച്ച് ഇപ്പം ആ ഒരു മൂഞ്ചിക്ക് വേണ്ടി അവർ അന്ന് ആൾക്കാർ പറയാം, ആ ഒരു മൂഞ്ചിക്ക് വേണ്ടിയാണ് ഇപ്പം ദാ വെയിറ്റിങ്ങിൽ. ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ടൊരു ന്യൂസ് ഞാൻ കണ്ടു, അത് സത്യമാണോ എന്ന് എനിക്ക് ഉറപ്പ് ഇല്ല. ഇപ്പം എല്ലാ മാധ്യമങ്ങളിലും അത് ഉണ്ട്. ഈ വരുന്ന പൊങ്കലിന് മാസ്റ്റർ റിലീസാണ്. ഈ മാസ്റ്റർ സിനിമ തിയേറ്റർ അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ മാസ്റ്റർ സിനിമ മാത്രമേ ഞങ്ങൾ റിലീസ് ചെയ്യുന്നുള്ളൂ, അതിനെതിരെ ഒരു പടവും റിലീസ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ റേഞ്ച് ഇപ്പോൾ നോക്കിയാൽ ഇപ്പം ആലോചിച്ചത് ഞാൻ ചിന്തിച്ച് വേറെ ലെവലാണ്, ഒരു രക്ഷയില്ല കേട്ടോ. വേറെ ലെവലാണ് പുള്ളിക്കാരൻ വേറെ. പിന്നെ നിങ്ങൾ ഒരു കാര്യമാണ് ചിന്തിക്കണം, നിങ്ങളിപ്പം ഹേറ്റേഴ്സിനോടാണ് പറയുന്നത്, വിജയ് അണ്ണൻ്റെ ഹേറ്റേഴ്സിനോട്. അത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ആവാം, മറ്റേത് ഫാൻസ് നടന്മാരുടെ ആവാം, എല്ലാവരും കൂടി പറയുന്നത്. നിങ്ങളിങ്ങനെ ട്രോളി അദ്ദേഹത്തിനെ എത്രമാത്രം പരിഹസിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി പലതും പറഞ്ഞാലും ശരി തന്നെ, നിങ്ങൾ ആളെ താക്കല്ല ചെയ്തത്. ആളെ വീണ്ടും ഉയരത്തിലുങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. അതൊന്നും മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കും. ഇത് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ എങ്ങനെങ്കിലും ഇല്ലാതാക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റാണ്. അതിൽ നിങ്ങൾക്ക് മാത്രമേ തോൽവി അറിയത്തുള്ളൂ. അത് ഓർമ്മിച്ചാൽ നമുക്കായിരിക്കും. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ജസ്റ്റ് ഒന്ന് പറയാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വിജയ് എന്ന് പറയുന്ന താരം അല്ല. ഓക്കെ ഗൈസ്, ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഓക്കെ ബൈ. താങ്ക് യു ഫോർ